അമേരിക്കൻ പ്രസിഡന്റ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം തുടരാക്രമണത്തിന് സാവകാശം തേടാനെന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയിലെയും ഇറാനിലെയും ഉന്നത നേതാക്കൾ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷം ഇരുപക്ഷവും ആക്രമണം അങ്ങനെ അതേ എക്സ്പിരിമെന്റിന് തുടരുകയാണ്. റിപ്പോർട്ടിലേക്ക്. ഇറാനിലെ ഉന്നത നേതാവുമായി സംസാരിച്ചെന്നും ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും അടുത്ത 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. എന്നാൽ ഇറാൻ ട്രംപിന്റെ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞു. ഇറാനിലെ നേതാവുമായി ട്രംപ് ചർച്ച നടത്തിയെങ്കിൽ ആ നേതാവിന്റെ പേര് വെളിപ്പെടുത്തണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി സ്പീക്കർ അലി നിക്സാദ് ആവശ്യപ്പെട്ടു. അതിനിടെ ട്രംപ് ചർച്ച നടത്തിയത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫുമായിട്ടാണെന്ന് അഭ്യൂഹം പരന്നു. എന്നാൽ വാർത്ത നിഷേധിച്ച ഗാലിബഫ് പരമോന്നത നേതാവ് മുജ്തബ ഖമനയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുമെന്നും ലക്ഷ്യം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. അതിനിടെ യുദ്ധത്തിന് സാവകാശം തേടാനാണ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനമെന്ന് ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ US മറീനുകളും USS ട്രിപ്പൊളി എന്ന പടക്കപ്പലും വെള്ളിയാഴ്ചയോടെ പശ്ചിമേഷ്യൻ തീരത്തെത്തുമെന്നും അതുവരെയുള്ള സാവകാശമാണ് ട്രംപ് നേടിയെടുക്കുന്നത് എന്നുമാണ് ജേർണൽ പറയുന്നത്. ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതുവരെ ഇറാൻ അമേരിക്ക ചർച്ച സംബന്ധിച്ച വാർത്തകൾ അന്തിമമായി കണക്കാക്കരുതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതിനിടെ തെക്കൻ ലെബനോൺ പിടിച്ചെടുക്കാൻ ഇസ്രയേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് ആഹ്വാനം ചെയ്തു. ലിത്താനി നദി ഇസ്രയേലിന്റെ പുതിയ അതിർത്തിയാക്കണമെന്നാണ് സ്മോട്രിച്ചിന്റെ ആവശ്യം. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാനിലെ ടെഹ്റാനിലും ടാബ്രിസിലും ഇസ്ഫഹാനിലും ഖർജിലും ആക്രമണം തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.